ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് നടന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ്. എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി, സോ അതുകൊണ്ട് ഞാൻ പറയുന്നു. ഞാൻ ഇന്ന് ഒരു കടയിൽ കയറിയിരുന്നു. അപ്പോൾ ആ കടയിൽ കയറിയപ്പോൾ എൻ്റെ കൂടെ വേറൊരു ലേഡിയും കൂടെ ഉണ്ടായിരുന്നു. ഒരു ടോയ് മേടിക്കാനായിരുന്നു നമ്മൾ കയറിയത്. ടോയ് മീൻസ് കുഞ്ഞു മോന് വേണ്ടിയിട്ട് ഒരു ടോയ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കടക്കാരനാണെങ്കിൽ എല്ലാ ടോയ്സും എടുക്കുന്നു. അപ്പോൾ ആ ലേഡി പറയുകയാണ്, എനിക്ക് ഇതുപോലത്തെ ടോയ്കൾ ഒത്തിരി ഉണ്ട് വീട്ടിൽ, അത് വെച്ച് കളിക്കുന്നുണ്ട്. എയ്റോപ്ലെയിൻ ഉണ്ട്, 600 റുപ്പീസിൻ്റെ ടോയ്സ് ആണ്, 350 റുപ്പീസിൻ്റെ ടോയ്സ് ആണ്. പുള്ളിക്കാരന് എന്ത് ടോയ് എടുത്താലും ഈ ലേഡി അതെല്ലാം ഉണ്ട് എന്നുള്ള ഒരു ഇതാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരനൊന്ന് ഇറിറ്റേറ്റഡ് ആയി. സോ പുള്ളിക്കാരൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ടോയ്സ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടോയ്സ് വാങ്ങിക്കണം എന്നുള്ളതാണ് പുള്ളിക്കാരൻ ആദ്യം പറഞ്ഞത്. സെക്കൻഡ് പറഞ്ഞത്, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമില്ലാതെ ടോയ്സ്, അതല്ല അവർ വാശി പിടിക്കുന്ന ഉടനെ തന്നെ ഒരു ടോയ്, അതിൻ്റെ വാല്യൂ നോക്കുന്നില്ല, അതായത് അത് എത്ര റുപ്പീസ് ആണെന്ന് നോക്കുന്നില്ല, വാങ്ങിച്ചു കൊടുക്കുന്നു, 2 days കഴിഞ്ഞ് പൊട്ടുന്നു. കാരണം 4 years ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് അത് സൂക്ഷിച്ച് വയ്ക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം പാടുള്ള കാര്യം തന്നെയാണ്. സോ അതിൻ്റെ എമൗണ്ട്. തേർഡ് തിങ്, അവർ വാശി പിടിക്കുന്ന കറക്റ്റ് ടൈം, ഓൺ ടൈം തന്നെ നമ്മൾ കുഞ്ഞിനെ കൊണ്ടുവരുന്നു, ടോയ് മേടിച്ചു കൊടുക്കുന്നു. തേർഡ് തിങ്. ഈ 3 കാര്യങ്ങളും പുള്ളിക്കാരൻ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അധികം സന്തോഷമായി. കാരണം ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാനും പല വീഡിയോസിലും പറയുന്നത്. കാരണം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്തായിക്കോട്ടെ, ടോയ്സ് ആയിക്കോട്ടെ, ഡ്രസ്സസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിൻ്റെ പൈസ അല്ലെങ്കിൽ അതിൻ്റെ എമൗണ്ട്, അതിൻ്റെ വാല്യൂ നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി മേടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കാരണം കുഞ്ഞുങ്ങൾ വാശി പിടിക്കും, അത് അവരുടെ ഒരു ഹാബിറ്റാണ്, അവരുടെ ആ ഒരു രീതി അങ്ങനെയാണ്. നമ്മൾ അതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് ഓൺ ദി സ്പോട്ട് നമ്മൾ വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. വെയിറ്റിംഗ് എന്നൊരു കാര്യം പഠിപ്പിക്കണം. പൈസയുടെ വാല്യൂ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. അതല്ലെങ്കിൽ നമ്മൾ ഓൺ ദി സ്പോട്ട് തന്നെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളും ഓൺ ദി സ്പോട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിലും അവർ ഇതുപോലെ കുറച്ചും കൂടി വില കൂടിയുള്ള സാധനങ്ങൾ വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയും പിന്നീട് നമ്മൾ അത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയാവുകയും ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുടെ ബിഹേവിയറിൽ ചേഞ്ചസ് വരാനും നമ്മളോട് ദേഷ്യം തോന്നാനും ആ ഒരു വെയിറ്റിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരാണ്ടിരിക്കുകയും മാത്രമല്ല, അവർക്ക് എല്ലാം കിട്ടി അല്ലെങ്കിൽ ഓൺ ദി സ്പോട്ട് എല്ലാം കിട്ടുന്ന ടൈമിൽ തന്നെ അവർ മൊത്തത്തിൽ അവരുടെ ബിഹേവിയറിൽ ഇഷ്യൂസ് വരാനുള്ള ചാൻസസും കൂടുതലാണ്. സോ ഈ ഒരു ചെറിയ കാര്യമാണെങ്കിലും ഇതിൽ വലിയ കാര്യങ്ങളുണ്ട്. സോ എല്ലാ പാരൻസും അത് ശ്രദ്ധിക്കണം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിലോട്ട് കാണുന്നവരെ ടാറ്റാ.